കാലവർഷം കനത്തതോടെ കാസർഗോഡ് കടലാക്രമണം രൂക്ഷമാണ്. ഇതിനോടകം നിരവധി വീടുകളാണ് കടലെടുത്തത്. കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമാണ്. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ 80 കിലോമീറ്ററിലാണ് കാസർഗോഡ് ജില്ലയിൽ തീരദേശം നീണ്ടുകിടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടൽ ഭിത്തി ഇല്ല എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിട്ടുണ്ട്. മാത്രമല്ല, നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. പലരുടെയും സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തെങ്ങുകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശവും ഈ ഒരു തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ആവശ്യത്തിനുള്ള പുനരധിവാസം അത് വളരെ വേഗത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ആക്ഷേപം. പലപ്പോഴും വീടുകൾ കടലാക്രമണത്തിൽ തകരുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഒന്നടങ്കം എത്തുന്നു, ആശ്വാസ വാക്കുകൾ നൽകുന്നു, ഇവർക്ക് താൽക്കാലികമായ താമസ സൗകര്യം ഒരുക്കുന്നതല്ലാതെ അതിനപ്പുറം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരാക്ഷേപമാണ് ഉയർന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ പ്രധാനമായും തൈക്കടപ്പുറം, അതുപോലെ തന്നെ കുമ്പള, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ കടലാക്രമണമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം നേരത്തെയൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ കടലാക്രമണ ഭീഷണിയാണെന്നാണ് ആളുകൾ പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്. പലരും ഇതിനോടകം തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ നിരവധി വീടുകളാണ് കടലെടുത്തിട്ടുള്ളത്. അതോടൊപ്പം നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുക്കുമെന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കടൽ നയിച്ച് ജീവിക്കുന്ന കൂട്ടക്കാരാണ്. ഇവിടെ 4 ദിവസമായത് ഈ വീട് വീണിട്ട്. തൊട്ടടുക്ക ഇപ്പോൾ 2-3 വീട് അപകടത്തിലുണ്ട്. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ ഇതേ ഫീൽഡിൽ നയിച്ചിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇതിലേ ആവണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഫിഷറീസ് ഗവൺമെൻറ് പറയുന്നത് 10 ലക്ഷം രൂപ തരുന്നു. നിങ്ങൾ പോയി ഈ 10 ലക്ഷത്തിൽ സ്ഥലം കിട്ടുമോ അല്ല വീട് കെട്ടാമോ? ഞങ്ങൾക്ക് എന്ത് പറ്റില്ല. ഇതിൽ ഒരു 25 ലക്ഷം റുപ്യ ടെൻഡർ പാസ്സാക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീടും സ്ഥലമായിട്ട് ഒരു ആക്കാം. അതല്ലാതെ എന്ന് മറ്റു ചെല്ലി വേറെ എന്താക്കും കയ്യല്ല ഞങ്ങൾ ഇതേ ഫീൽഡിലുള്ളവർ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയി ഈ ഉള്ള വീട്ടുകാർക്ക് ഞങ്ങൾ ഒരു ശാശ്വത പരിഹാരം ഇവിടെ കാണണമെന്ന് ഞങ്ങൾ പറയുന്നു. രാവിലെ തുടങ്ങിയിട്ടാ. അപ്പോൾ ഏച്ചിൻ്റെ വലിയേച്ചിൻ്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞ് എല്ലാം സാധനം കാലിയാക്കണം, ഇപ്പോൾ വീട് പോവും, പിന്നെ കാലിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം സാധനം അന്നേ കാലിയാക്കി. ദുരന്തമുണ്ടായിട്ട് കണ്ണു തുറക്കുന്നതിന് പകരം ഇവർക്ക് കൃത്യമായ ഒരു കണക്കെടുത്ത് എത്ര വീടുകൾ ഇതോടൊപ്പം ഇങ്ങനെ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട് ഭാവിയിൽ എന്നത് സംബന്ധിച്ച് ഒരു കണക്കെടുത്ത് പുനരധിവാസം നടപ്പിലാക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. പലയിടങ്ങളിലും ഇവർക്കിപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ട്രോളിംഗ് നിരോധനം ഒരു ഭാഗത്താണ്, അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ദിവസങ്ങളോളമായി ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു. നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ, കടലിൻ്റെ മക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. അവർക്ക് ഒരു ദുരിതം വരുമ്പോൾ അവരെ കൈത്താങ്ങ് നൽകേണ്ടതൊരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇതിൽ കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നൊരു ആവശ്യം ഉയരുന്നു. ഇവർക്ക് സമാധാനമായി കിടന്നിറങ്ങാനുള്ള ഒരു വീട്, അതോടൊപ്പം ഇവർക്ക് ജോലി ചെയ്യാനുള്ള കൃത്യമായ അവസരം, പ്രത്യേകിച്ച് ഹാർബറൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും പ്രവർത്തനം അത് കൃത്യമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നില്ല മത്സ്യത്തൊഴിലാളികൾ എന്ന ഒരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കടലാക്രമണം നേരിട്ടപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഇവരെ കാണാനെത്തുന്നു. പക്ഷേ അതിനുമപ്പുറം ശാശ്വതമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കാസർഗോഡ് നിന്നും കെ വി ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.